ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അതെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഇന്നലെ ആയിരുന്നു. അപ്പം വീഡിയോ ഇടുന്നത് ഇന്നാണ്. ഓക്കെ, അപ്പം നമ്മളൊരു ഒരു Q&A ഇട്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം അതിന് കുറെ പേര് നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കമന്റില്. Q&A ഇടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത്, ഒരു 125 കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അതിന് നമ്മള് കൂടുതലും റിപ്പീറ്റഡ് കമന്റ്സ് ആണ്. അപ്പൊ അതിന് നമ്മള് കുറച്ച് റിപ്പീറ്റഡ് അല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസേഴ്സ് പറയാം. അപ്പം ആദ്യം ചോദിച്ചേക്കുന്നത് പ്ലേസ് എവിടാ? പ്ലേസ് കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ഞങ്ങളുടെ പ്ലേസ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഞങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ അത് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. അത് ശരിയാവത്തില്ല. തുടങ്ങിയിട്ട് പറയാം. അമൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അമൽ ഇതുവരെ പഠിച്ചു. അമൽ വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ IT വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, സ്വന്തമായിട്ട് അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ജോലി ചെയ്യുന്നു. അപ്പൊ എന്താ പഠിക്കുന്നേ? ഇപ്പൊ എന്താ പഠിക്കുന്നേന്ന്? ഞാൻ +2 ആണ് പഠിക്കുന്നത്. സയൻസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെന്താ ചോദിച്ചേക്കുന്നത്? ടാറ്റു എത്ര പ്രൈസിന് അടിച്ചു? ഏജ് 18. ഇവനിപ്പോ 25 ആയി ഈ ഡിസംബറില്. പിന്നെ ടാറ്റു അടിച്ച പ്രൈസ് എത്രയായിരുന്നു? ടാറ്റു അടിച്ചത് 2000 3K 3K ആയി. 3000 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാൻ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ പഠിക്കണം, ഒരു ജോലി വാങ്ങണം, പിന്നെ മുന്നോട്ട് അങ്ങനെ ജീവിച്ചു പോണം. കിട്ടുന്നതെല്ലാം നമ്മള് കൈ നീട്ടി സ്വീകരിക്കുന്നു. നമ്മളൊന്നും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മുടെ പ്ലാനിങ് എല്ലാം നിങ്ങളെ അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മാരേജ് കഴിഞ്ഞ് നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഉത്തരവാദിത്ത ബോധം വന്നിരിക്കുകയാണ്. പൈസയുടെ മൂല്യം നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ തീരുമാനിക്കുന്നത്. പഴയതുപോലല്ല, ഒരു നെക്സ്റ്റ് ലെവലാണ് ഇപ്പോ. മാരേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആരും ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. അങ്ങനത്തെ ഉള്ള ചേഞ്ചസ്. പേരൻസിനെ ഇപ്പൊ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് തന്നെ മെയിൻ ഒരു കാര്യം. അതെ. നെക്സ്റ്റ്, ശരിക്കും എത്രയിലാ പഠിക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞു +2. സിബ്ലിങ്സ് മിസ് ചെയ്യുന്നുണ്ടോ? സിബ്ലിങ്സിനെ മിസ് ചെയ്യുന്നുണ്ടോ? കാരണം എന്റെ സിബ്ലിങ്സ് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്റെ സിബ്ലിങ്സ് പിന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട്. അതെ. വീട് എവിടാ? പറഞ്ഞു. അമ്മ ഇലക്ഷന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായി റിസൾട്ട്? അമ്മ പൊട്ടിയേഴ്സ്. പിന്നെ എന്താണ്? ക്രിസ്മസ് എക്സാം എന്തായി? പാസ്സാവോ? ആൻസർ പേപ്പറിന്റെ വീഡിയോ ഷെയർ ആക്കിട്ടാ. എന്നാ അതാവുമ്പോ ഈ +2 എനിക്ക് എല്ലാം കുറച്ച് ഇത് കിട്ടും. അല്ല, +2 ലാസ്റ്റ് ആവുമ്പോ മാരേജ് ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാട്ടാ. എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ +2 ക്രിസ്മസ് എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻസർ പേപ്പറിന്റെ വീഡിയോ ഷെയർ ആക്കുന്ന എനിക്ക് വയ്യ സത്യം പറഞ്ഞ. അതാവുമ്പോ ഈ +2 എനിക്ക് എല്ലാം കുറച്ച് ഇത് കിട്ടും. എന്ത് കിട്ടും അറിയില്ല. എന്തോ അല്ല, +2 ലാസ്റ്റ് കളഞ്ഞേക്കാം. മനസ്സിലാവുന്നില്ല കേസ് എന്താ പറയുന്ന കുട്ടി. എന്തായാലും ഒരു ഗേൾ ആണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ വീട്ടിലെ കല്യാണക്കാര്യത്തിന്
സമാധാനമായിരുന്നു. സമ്മതമായിരുന്നു. സമാധാനം അടിച്ചു സമ്മതമായിരുന്നു. യുവർ ഫസ്റ്റ് ലവ് സൈറ്റ് ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഈഗോ ഉണ്ടോ? ദാറ്റ്സ് ഓൾ എന്നായിരിക്കും. ദാറ്റ്സ് അല്ല, കുഴപ്പമില്ല. എന്റെ വീട്ടില് സമ്മതമല്ലായിരുന്നു, ഇപ്പോഴും സമ്മതമല്ല. പിന്നെ എന്താ പറഞ്ഞത്? യുവർ ഫസ്റ്റ് ലവ് സൈറ്റ് അമ്പലത്തിൽ, ഞങ്ങളുടെ കല്യാണം കഴിച്ച അമ്പലത്തിൽ നമ്മള് ഫസ്റ്റ് ലവ് സൈറ്റ്. ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഞാനാണ്. ഈഗോ ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് ഈഗോ വെച്ചിട്ട്. ഇപ്പൊ ചേച്ചിയുടെ പാരന്റ്സിനെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞാൻ. ഏട്ടാ ചേച്ചി, നിങ്ങളുടെ വലിയ ഫാനാ ഞാൻ. ഒരു ഹായ് തരുമോ? മൈ നെയിം ഈസ് നിവേദിക. മൈ ക്വസ്റ്റ്യൻ ഈസ് ഫർദർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ എന്നാണ് ഉദ്ദേശിച്ചത്. ഫ്യൂച്ചർ ആയിരിക്കും, ഫർദർ എന്നൊക്കെ അടിച്ചു ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ പ്ലാൻസ് നമ്മള് അപ്ഡേറ്റ് ചെയ്യാം. എന്താ നിവേദിക? പിന്നെ ഹായ് നിവേദിക, ഒരു ഹായ് പറയടാ. ഹായ് നിവേദിക. ഹേയ് ബ്രദർ ആൻഡ് സിസ്റ്റർ, ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇനി എന്താ ലൈഫിൽ പ്ലാൻ? രണ്ടുപേരുടെയും. പിന്നെ രണ്ടുപേരെയും എനിക്കിഷ്ടം, നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. നന്നായിട്ട് ജീവിക്കണം രണ്ടുപേരും. ഓക്കേ, താങ്ക് യു. ലൈഫൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ലൈഫിൽ എന്താ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് രണ്ടുപേരുടെയും? അത് നമ്മൾ വഴിയെ പറയാം. ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവ് യു ടു. നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. കൊട്ടാരക്കരയാണ് സ്ഥലം, നമുക്ക് മീറ്റ് ചെയ്യാം. നന്നായി ജീവിക്കണം രണ്ടുപേരും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അമലിനെ കാണാൻ ലുക്കുണ്ട്, അല്ലെങ്കിലും ആണുങ്ങൾക്ക് ചെറിയ പൊടിമീശ വേണം. ഓക്കെ, ഇനി ഞാൻ മീശ വളർത്താം. താങ്ക് യു. കൊള്ളത്തില്ല. ആൾ ദ ബെസ്റ്റ് ഗൈസ്. നന്നായി തന്നെ ജീവിക്കൂ. നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു. താങ്ക് യു. പൂജയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? പൂജയുടെ ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ +2 കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതെ, പൂജ ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ന്യൂസുകളും പിന്നെ കുറേ ആൾക്കാരും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും തന്നെ ഇല്ല ഗൈസ്. ഞാൻ ഇപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ട്. ഈ വട്ടത്തെ ക്രിസ്മസ് എക്സാമും എഴുതിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നുണ്ട്. പൂജയുടെ പാരന്റ്സ് വിളിക്കാറുണ്ടോ? ഇല്ല. പൂജയുടെ ഹോബീസ് എന്താ? ഡാൻസിങ്, അലമ്പ്, ഇടയ്ക്ക് സിംഗ്. ഓ, എന്നാ ഒരു ബാഡ് സിംഗ്. എല്ലാതും നമ്മള് അങ്ങനെ പാടത്തില്ല. വഴക്ക്, ഇതൊക്കെ തന്നെ. ഓക്കെ, അടുത്തത്. വീടൊക്കെ പണിയെന്ന് പറഞ്ഞല്ലോ, അതെന്തായി? അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയും. ഓക്കെ, എന്തായാലും വീടുണ്ട്. ഓക്കെ, അപ്പം ഒന്ന് പോടാ. നിന്റെയൊക്കെ വീഡിയോ ഒന്നും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? യൂട്യൂബ് ഡിലീറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ കാണാൻ നിൽക്കരുത്, പിന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. പിന്നെ എന്തെനിക്ക് പറയണ്ടേ, നിന്റെയൊക്കെ യൂട്യൂബ് എടുത്ത് കാണാൻ വയ്യെങ്കിൽ. മക്കളെ സൂപ്പർ. Q&A വേണ്ടാട്ടോ, വയ്യ, അതുകൊണ്ടാ. മക്കളെ സൂപ്പർ. Q&A വേണ്ടാട്ടോ, വയ്യ, അതുകൊണ്ടാ. എന്തോന്ന് അറിയത്തില്ല. മാരേജ് കഴിഞ്ഞ രണ്ടുപേരുടെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതൊക്കെ തന്നെ. ഫിൽറ്റർ ഇട്ട് പൊളിക്ക്, അത്രേ ഉള്ളൂ.
നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒരു ഫിൽറ്റർ അങ്ങോട്ട് അതൊരു ഫിൽറ്റർ ഇട്ടൊരു ഫോട്ടോ ഇവൻ എടുത്തിട്ട് ഇട്ടത് ഇച്ചിരി ചുമ്മാ കൂടി. ഇട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് കാണുന്നത് തന്നെ. ഓ അതിനിപ്പോ എന്താണ് ഇച്ചിരി കളർ കൂടിക്കോട്ടെ. പൂജ ഇപ്പൊ പഠിക്കാൻ പോകുന്നില്ലേ? ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ പോകുന്നുണ്ട്. യൂട്യൂബ് റവന്യൂ ന്യൂ ഇയർ യൂട്യൂബ് റവന്യൂ എന്ന് പറയുമ്പം ഒരു സാധാരണപ്പെട്ട ഒരാൾ ഒരു മാസം ജോലിക്ക് പോയി ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ റിവീൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രോപ്പർ കറക്റ്റ് പറയാത്ത. അപ്പം എന്തായാലും കിട്ടുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത് അത്രയും കിട്ടുന്നുണ്ട്, നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതെ. +2 കഴിഞ്ഞ് എന്തു പഠിക്കാൻ പോകാനാണ് ഇൻട്രസ്റ്റ്? +2 കഴിയട്ടെ എന്നിട്ട് നമ്മൾ പറയാം. പിന്നെ എന്തോന്നിത് ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യമാണ്? അല്ല ഗൈസ്, അത് ജസ്റ്റ് ഒരു ഇൻസ്റ്റയിലെ ഫിൽറ്റർ ആണ്. അത് ഞാൻ ചുമ്മാ എടുത്ത് ഇട്ടെന്ന് പറയോ, ഇതിന് ഇട്ടുപോയ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഒരു ഫോട്ടോ അതങ്ങ് ഇട്ട് ഗൈസ്. പിന്നെ എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാ കളറൊന്നും എല്ലാം അറിയാലോ. ക്രിസ്മസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര പോരായിരുന്നു. ചേട്ടാ നിങ്ങളുടെ ഹോം എവിടെയാ? അതുപോലെ ചേച്ചിയുടെ ഹോം എവിടെയാണ്? ചേച്ചിക്ക് ചേട്ടനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചെറിയ കമൻറ്റുകൾ പോലും വായിക്കുന്നില്ല, അതിനൊരു പിൻ ചെയ്യുന്ന പോലുമില്ല. റീഡ് മോർ ഉണ്ടായിരുന്നു, പിൻ ചെയ്യുന്ന പോലുമില്ല എന്നായിരിക്കും. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് കൊട്ടാരക്കരയാണ്, അടുത്തടുത്താണ്. അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറഞ്ഞാൽ വീടിനപ്പുറത്തും ഇപ്പുറത്തില്ല, ഒരു ജംഗ്ഷൻ അപ്പുറം വേറൊരു ജംഗ്ഷൻ, 2 ജംഗ്ഷൻ, ഒരു 1 കിലോമീറ്ററിനകത്ത്. പിന്നെ അനിയനും ചേച്ചിയോണ്ടോ പറഞ്ഞല്ലോ. എനിക്കൊരു ചേട്ടൻ, ഇവനൊരു ചേട്ടൻ. നമ്മൾ രണ്ടുപേരും ആദ്യം എവിടെ വെച്ചാൽ കണ്ടുമുട്ടിയത്? ഐ മീൻ സ്റ്റാർട്ടിങ് യുവർ ഫസ്റ്റ് സൈറ്റ് അമ്പലത്തിൽ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നെ എനിക്കൊരു ഹായ് തരുമോ? എൻ്റെ നെയിം ഐശ്വര്യ, ചേട്ടനും പൂജയും ക്യൂട്ടാണ്. താങ്ക് യു. ഹായ് ഐശ്വര്യ. ഹലോ പൂജ, ഡിഡ് യു ഫോർ ജോയിൻ +2? അതെന്തോ കോഴ്സിന്റെ ചേർന്നില്ല. പൊന്നു +1 ഏത് കോഴ്സാണ് എടുത്തത്? ബയോസയൻസ്. അടുത്ത ഇയർ എന്ത് ഫ്യൂച്ചർ പ്ലാൻ? അടുത്ത ഇയർ ആവട്ടെ ഗൈസ്, നമ്മളപ്പോൾ പറയാം. നിങ്ങൾ രണ്ടാളും എന്തായാലും പൊളിയാണ് കേട്ടോ. താങ്ക് യു. ഐ ലൈക്ക് യു ബോത്ത്. ഇനിയും ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുക. താങ്ക് യു. പൂജ അമലിൽ കണ്ട ഏറ്റവും നല്ലൊരു സ്വഭാവം പറയും. നല്ല സ്വഭാവം എന്താ? എല്ലാം അങ്ങ് ഇഷ്ടമാണോ? അയ്യോ സോറി, എല്ലാം ഇഷ്ടാ. നമ്മുടെ എല്ലാ സ്വഭാവം എനിക്ക് ഇഷ്ടാ. പിന്നെ സുഖമാണ് ചേട്ടാ. നിങ്ങൾ ചേച്ചി അത് നമ്മൾ കണ്ടതാണ്, അതും കണ്ടതാണ്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഈച്ച് അതർ? പ്രത്യേകിച്ച് എനിക്കുണ്ടായിരുന്നു ഗൈസ്, കണ്ടപ്പോഴേ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് തോന്നി ഗൈസ്, സ്വന്തമാക്കിയാലും തോന്നി ഗൈസ്. പിന്നെ ബ്ലേബി എന്ന് പറയും. ബേബി പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റഡി ഇമ്പോർട്ടൻസ് കൊടുക്കുവോ? ഇപ്പോൾ ബേബി പ്ലാൻസ് ഉണ്ട്, പക്ഷേ അതിപ്പോ അല്ല, പഠിത്തം കഴിഞ്ഞിട്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 2 പേരും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ്? 6. പൊന്നു ചേച്ചി BTS ഫാനാണോ? അല്ല, അതേതോ BTS ആരാധിക ചോദിച്ചെന്ന് തോന്നുന്നു. ഞാൻ BTS ഫാനല്ല. അതെ. പിന്നെ അമൽ ജോബ് വല്ലതും ഉണ്ടോ? ഇൻകം എത്ര രൂപ കിട്ടും? ജോലിയുണ്ട്, ഇൻകം കുഴപ്പമില്ല, കിട്ടുന്നുണ്ട് നല്ലൊരു എമൗണ്ട്. അതെ, യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട്. 1 kg പുട്ടി 2 പേരുടെ മുഖത്തടിച്ചതാണോ അതോ മാക്സിമം ഫിൽറ്റർ ആണോ? മാക്സിമം ഫിൽറ്റർ ആണ് ഗൈസ്. കണ്ടത് പുട്ടിയാന്ന് തോന്നുന്നുണ്ടോ? അതെ. വാട്ട് ഈസ് യുവർ പാരൻസ്? വേർ ഈസ് യുവർ പാരൻസ് ആയിരുന്നു.
എല്ലാരും ഇവിടൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും ഇവിടെയൊക്കെ തന്നെ വീട്ടിലുണ്ട് ഗൈസ്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. മാരേജ് കഴിഞ്ഞിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. നമുക്ക് എല്ലാം പോസിറ്റീവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ കുറച്ചൊക്കെ എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ട് ഗൈസ്, നമുക്ക് അറിയത്തില്ല ഗൈസ്. നെഗറ്റീവ് ഒന്നുമില്ല ഗൈസ്, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. രണ്ടാളും ഒരു വേറെ വീട്ടിൽ പോയി നിന്നൂടെ, പുതിയ വാടക വീട്ടിൽ. ഇവിടെ ഞങ്ങൾ ഓക്കെയാണ് ഗൈസ്. വാടക വീട് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതെ. ഫാമിലിയുമായി കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഓൾറൗണ്ട് ഒന്ന് പറയുമോ? മാരേജ് കഴിഞ്ഞിട്ടുള്ള നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ് ഓൾറൗണ്ട് ഒന്ന് പറയുമോ? ലൈക്ക് നാട്ടുകാർ, റിലേറ്റീവ്സ്, വീട്ടുകാർ, അവരുടെ സൈഡിൽ നിന്നുള്ള പെരുമാറ്റം എങ്ങനെ, സ്കൂളിൽ നിന്നുള്ള ഉള്ള ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ബിഹേവിയർ. മാരേജ് കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പിന്നെ ബന്ധുക്കൾക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. എല്ലാവർക്കും പഴയതുപോലെ തന്നെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പ്രശ്നമില്ല. സ്കൂളിലോ സർവ്വസാധാരണ കേസ്, അത്രേ ഉള്ളൂ. +2 കഴിഞ്ഞ് പഠിക്കാൻ പ്ലാനുണ്ടോ? യെസ്. രണ്ടാളിൻ്റെയും ഏജ് അത് പറഞ്ഞ. ഈ കണ്ണാപ്പികളോടൊക്കെ എന്ത് ചോദിക്കാൻ? കഷ്ടം തന്നെ. എന്നിട്ട് വന്ന് മെസ്സേജ് ഇട്ടിട്ട് പോയേക്കുന്നത് ലോക കണ്ണാപ്പി. +1 മാർക്ക് വിത്ത് റിസൾട്ട്. ഓക്കെ. അതെ. വേറെ പുതിയ പെറ്റ് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇനി എന്തായാലും ഇപ്പൊ ഇല്ല. ചോക്കോ ഒന്ന് വളർന്ന് സെറ്റ് ആവട്ടെ. അവൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പൂജയുടെ സ്റ്റഡി റൂട്ടീൻ ഒന്ന് കാണിക്കുമോ? നോക്കാം. പൂജയുടെ ഫസ്റ്റ് ലവ് ആണോ അമൽ? സത്യം പറയണം. പിന്നെ ആരുടെയും കമന്റ് സ്കിപ്പ് ചെയ്യരുത്. പ്ലീസ്. എന്റെ ഫസ്റ്റ് ലവ് ആണ്. പിന്നെ കമന്റ് സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞത്. സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് ആണോ പഠിക്കുന്നത്? സയൻസ്. പിന്നെ വേറെ പുതിയ പറ്റി നിങ്ങൾ തമ്മിൽ എത്ര ഏജിരിക്കുന്നു അതൊക്കെ പറഞ്ഞു. സ്റ്റഡി വ്ലോഗ് ഇടാം. സിബ്ലിങ്സ് ഉണ്ടോ? അവർ പറഞ്ഞു. ഫിൽറ്റർ കുറച്ച്. ബേബി പ്ലാൻ എന്തുകൊണ്ട് ചേച്ചിയുടെ ക്രിസ്മസ് ട്രിപ്പ് പോകുന്നുണ്ടോ? ക്രിസ്മസ് ട്രിപ്പ് ഒന്നും പോകുന്നില്ല ഗൈസ്. നമ്മള് വീട്ടിലാണ് ഈ വട്ടം ക്രിസ്മസ് ആഘോഷിച്ചത്. ഇവര് എത്ര വയസ്സുണ്ട്? അറിയുമ്പോൾ വിയർക്കുന്ന ഗൈസ്. നമ്മൾ നല്ല ചൂട്. ഇപ്പൊ ഗൈസ് പൂജ ഹാപ്പി അല്ലേ? വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടോ? ഹാപ്പിയാണ്. ഇപ്പോഴത്തെ ലൈഫ് ഹാപ്പിയാണോ? +2 കഴിഞ്ഞ് ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പിയാണോ? പിന്നെ റോസ് അക്വേറിയം ഒക്കെ എവിടെ? റോസ് തൊട്ട് ബാക്കിലുണ്ട്. അതെ, റോസ് ഇപ്പൊ റോസിനെ വീഡിയോ കൊണ്ടുവരാൻ പറ്റത്തില്ല. റോസിന്റെ ഓണർഷിപ്പ് നമ്മുടെ നഷ്ടപ്പെട്ടു. പിന്നെ നമുക്കുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ബേബി ചോക്കോ മാത്രമാണ്. നമ്മൾ അതുകൊണ്ട് ഇപ്പൊ അവളെ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും കൊണ്ടുവരാത്തത്. ചോക്കോ ആണ് ഇപ്പൊ നമ്മുടെ മെയിൻ. പിന്നെ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാരും നന്നായിട്ട് പോകുന്നു. എന്താണ് സ്റ്റഡി നിർത്തിയത്? സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് എന്താ കാരണം? ലൈഫിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇതൊന്നും വേണ്ടായതെന്ന് തോന്നി തുടങ്ങി. ഇതൊക്കെ ആരാണ് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറയാൻ ഇവിടെ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നത്. ചില വേണ്ടാത്ത വിവരദോഷികൾ ഇങ്ങനെ ബുദ്ധിയില്ലാത്തവന്മാര് ചുമ്മാ കണ്ടന്റിന് വേണ്ടി എന്തൊക്കെ ചെയ്തു വിശ്വസിക്കുക നിങ്ങളൊക്കെ ഗൈസ്. നമ്മളെല്ലാം നമ്മുടെ ചാനലിടും ഗൈസ്. എന്ത് സംഭവിച്ചാലും പറഞ്ഞു വിട്ടാ പോലും ഞാനത് പറയുന്നതായിരിക്കും. അങ്ങനൊന്നും ഇല്ല, പോകുന്നുണ്ട്. കല്യാണം ഇപ്പൊ കഴിക്കണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നല്ലൊരു ഡിസിഷൻ ആണ് ഇപ്പം. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹിച്ചു കല്യാണം കഴിച്ചാണ്. അതെ. രണ്ടുപേരുടെയും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മ ചേട്ടൻ. യെസ്. അമലിന്റെ കൂടെയാണോ അതോ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണോ കൂടുതൽ ഹാപ്പി ആൻഡ് കൂളായിരുന്നത്? പൂജ. രണ്ടുപേരുടെ കൂടെയും
ഹാപ്പി ആൻഡ് കൂളാണ്. പിന്നെ എന്തുവാ ഇവിടെ ഞാൻ നല്ല ഹാപ്പിയാണ്. ഇവൻ്റെ കൂടെ ഞാൻ നല്ല ഹാപ്പിയാണ്. നമ്മളാരെയും തള്ളിക്കളയുന്നില്ല ഗൈസ്. ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ടോ, പഠിത്തം എങ്ങനെയുണ്ട്? ഇപ്പോൾ ലാസ്റ്റ് കമൻ്റ് ആയിരുന്നു ഗൈസ്, എങ്ങനെ പറ. അപ്പോൾ ഗൈസ് നമ്മുടെ ഓൾറെഡി എല്ലാ കമൻസും നമ്മൾ വായിച്ചിട്ടുണ്ട്. കൂടുതലും റിപ്പീറ്റഡ് കമൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കമൻസ് ആണ് നമ്മൾ വായിച്ചത്. പിന്നെ നമ്മുടെ ചോക്കോ തൊട്ട് അപ്പുറത്തുണ്ട്, പുറത്തിറങ്ങാൻ വേണ്ടി ഭയങ്കര ബഹളമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്, കാരണം ചോക്കോയുടെ പരിപാടികൾ എന്തായാലും കൊള്ളാം. എല്ലാരും കമന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സും ഉണ്ട്, എല്ലാത്തിനും മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓക്കെ, ബൈ ടാറ്റ. അപ്പൊ അടുത്ത നല്ല വേറെ എന്തെങ്കിലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരാം. ഓക്കെ, ബൈ ബൈ.